ഹലോ വെൽക്കം ടു ലിൻസീസ് ലിങ്ക്. നമ്മുടെ വീടിനുള്ളിൽ നമ്മൾ എപ്പോഴും ക്ലീൻ ആയിരിക്കാൻ, അതേപോലെ തന്നെ നീറ്റ് ആൻഡ് ടൈഡി ആയിട്ട് ഓർഡർ ഫ്രീ ആയിട്ടിരിക്കാൻ വേണ്ടിയിട്ടുള്ളൊരു കുറച്ച് ടിപ്സാണ് ഈ വീഡിയോയിലൂടെ ഷെയർ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ ഈ വീടിനുള്ളിൽ വരുന്ന പെസ്റ്റ് ഉണ്ട്, അതായത് പല്ലി, പാറ്റ, ഇതൊക്കെ വരാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ തറ തുടയ്ക്കുമ്പോൾ മെയിനായിട്ട് ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ആ വെള്ളത്തിൽ ചെറിയൊരു ടീസ്പൂൺ വിനാഗിരി ആഡ് ചെയ്യണം. അതേപോലെ തന്നെ ഈ ഒരു നമ്മളിപ്പോൾ പ്രിപ്പയർ ചെയ്യാൻ പോകുന്ന ഈ ഫ്ലോർ ക്ലീനിങ് സൊല്യൂഷൻ്റെ അത് നമുക്ക് ബാത്റൂമിൻ്റെ വാൾ ടൈൽസ് ക്ലീൻ ചെയ്യാം, അതുപോലെ കിച്ചൺ സ്ലാബും കിച്ചണിലെ ടൈൽസ്, അതേപോലെ തന്നെ വാഷ് ബേസിൻ്റെ ഏരിയ എല്ലായിടവും, അതുപോലെ തന്നെ നമ്മൾ ഇറങ്ങിയും കയറുകയും ചെയ്യുന്ന സ്റ്റെയറിൻ്റെ സൈഡിൽ എല്ലായിടത്തും ഒരേപോലെ ക്ലീൻ ചെയ്യാൻ പറ്റിയ ഒരു മെത്തേഡാണ് ഈ വീഡിയോയിലൂടെ നമ്മൾ കാണാൻ പോകുന്നത്. അപ്പോൾ ഈ ഒരു കാര്യത്തിനായിട്ട് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ 1 ടീസ്പൂൺ വിനാഗിരി അത്യാവശ്യമാണ്. ഏതൊരു ക്ലീനിങ് നമ്മൾ ഈ ഫ്ലോർ മാറ്റ്സൊക്കെ നമ്മൾ ക്ലീൻ ചെയ്യാൻ യൂസ് ചെയ്യുന്നതും അതേപോലെ തന്നെ നമ്മൾ ഈ വിനാഗിരി ഇട്ട് കഴുകുകയാണെങ്കിൽ ഒത്തിരി നല്ലതാണ്. ഇപ്പം ഞാനിവിടെ തറ കഴുകാൻ വേണ്ടി വെള്ളം എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരടപ്പ് ഡെറ്റോൾ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഈ ഡെറ്റോൾ ചേർക്കുന്നത് മൂലം ഒരുമാതിരി പെസ്റ്റ് നമ്മുടെ അകത്തുനിന്ന് പോയി കിട്ടും. അതാണ് ഏറ്റവും നല്ലൊരു അഡ്വാൻറ്റേജ്. അതല്ലാതെ തന്നെ നമുക്ക് ഒത്തിരി ഗുണങ്ങളുണ്ട് കേട്ടോ. അത് ഞാൻ വേറൊരു വീഡിയോയിൽ പറഞ്ഞുതരാം. അതേപോലെ തന്നെ ഇതിലേക്ക് ഞാൻ ഇനിയും ചേർക്കാൻ പോകുന്നത് നമ്മൾ തറ തുടയ്ക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഏതെങ്കിലും സർഫേസ് ക്ലീനർ, അതായത് ഫ്ലോർ ടൈൽസൊക്കെ നമ്മൾ ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട് വാങ്ങുമല്ലോ, അത് ഏത് ബ്രാൻഡിൻ്റെ ആണെങ്കിലും അത് വാങ്ങിക്കുക. എസ്പെഷ്യലി നമ്മൾ വാങ്ങുമ്പോൾ എക്കോ ഫ്രണ്ട്ലി ബയോ ആയിട്ടുള്ള പ്രോഡക്ട്സ് വാങ്ങുന്നതാണ് ഏറ്റവും നല്ലത്. പിന്നെ നല്ലൊരു മണം വരാൻ വേണ്ടിയിട്ട്, നല്ല സ്മെല്ല് നമ്മുടെ വീടിനുള്ളിലൊന്ന് ഫ്ലോറൊക്കെ ക്ലീൻ ചെയ്ത് കഴിയുമ്പോൾ നല്ലൊരു ഫ്ലോർ ക്ലീനർ, നല്ലൊരു മണം വരാൻ വേണ്ടിയിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നൊരു കാര്യമാണ് നമ്മൾ ഈ വാഷിംഗ് മെഷീനിലൊക്കെ യൂസ് ചെയ്യുന്ന നമ്മളുടെ കംഫർട്ട്. അത് ഞാൻ ഒരടപ്പ് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇത് മൂന്നും കൂടെ ചേർത്ത് നിങ്ങളൊന്ന് ഫ്ലോർ ക്ലീൻ ചെയ്ത് നോക്കൂ. നല്ല വ്യത്യാസം നിങ്ങൾക്ക് മനസ്സിലാകും. അതേപോലെ തന്നെ ഞാൻ എപ്പോഴും ചെയ്യുന്നത്, നമ്മൾ തറ തുടയ്ക്കുന്നതിന് മുമ്പായിട്ട് നല്ലപോലെ തൂത്തതിന് ശേഷം ഒന്ന് വാക്വം ചെയ്യുക. വാക്വം ചെയ്തതിന് ശേഷം വേണം നമ്മൾ ഈ ക്ലീനിങ്ങിന് വേണ്ടിയിട്ട് ഈ ഇത് ചെയ്യാൻ വേണ്ടിയിട്ട്. അതായത് നമ്മൾ എത്ര തൂത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാലും അത് ഒത്തിരി പൊടികൾ പിന്നെയും കാണും. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് നമ്മൾ വാക്വം ചെയ്യണം. റെഗുലറായിട്ട് വാക്വം ചെയ്തിട്ട് നമ്മൾ ഇങ്ങനെ തുടയ്ക്കുകയാണെങ്കിൽ നമ്മുടെ ഫ്ലോർ ആണെങ്കിലും നമ്മുടെ ബാത്റൂം ടൈൽസ് ആണെങ്കിലും എല്ലാം നല്ല നീറ്റ് ആൻഡ് നല്ല സ്മെല്ലും ആയിരിക്കും. ഇങ്ങനെയൊന്ന് ചെയ്ത് നോക്കണം കേട്ടോ. ഒത്തിരി എഫക്റ്റീവാണ്. ഈ എസ്പെഷ്യലി നമ്മൾ ഇതിൻ്റെ അകത്ത് 1 ടീസ്പൂണ് വിനാഗിരി ചേർത്തിട്ടുണ്ട്. അതേപോലെ തന്നെ നമ്മൾ കംഫർട്ട് ചേർത്തിട്ടുണ്ട്. പിന്നെ ഫ്ലോർ ക്ലീനിങ് സാധാരണ ലിക്വിഡ്. ഇത്രയും കാര്യങ്ങളാണ് ചേർത്തേക്കുന്നത്. ഇതെല്ലാം നിങ്ങൾക്ക് വാങ്ങാൻ കിട്ടുന്നതാണ്. വളരെ ഈസി ആയിട്ട് ഇങ്ങനെ ചെയ്യുന്നവർ പലരും കാണും കേട്ടോ. പക്ഷേങ്കിൽ ഇതിങ്ങനെ ചെയ്യാൻ അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ ഷെയർ ചെയ്യുന്നത്. ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഈ വീഡിയോ നിങ്ങൾക്ക് പ്രയോജനപ്പെടുമെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ നമുക്ക് വേറൊരു വീഡിയോയുമായി വീണ്ടും കാണാം. ടിൽ ദെൻ ടേക്ക് കെയർ ഫ്രണ്ട്സ്.